മൊഡ്യൂൾ 2 എന്ന് പറഞ്ഞാൽ ടെൻഷൻ മെമ്പറാണ്, ടെൻഷൻ എടുക്കുന്ന മെമ്പേഴ്സാണ്. ഓക്കെ, എക്സൈലായിട്ടുള്ള ടെൻഷൻ വരുന്ന മെമ്പേഴ്സാണ് ടെൻഷൻ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ടൈം മെമ്പേഴ്സ് എന്നും കൂടെ പറയും. ദെൻ മെയിനായിട്ട് ട്രസ് പോലെയുള്ള സ്ട്രക്ചേഴ്സിലാണ് നമ്മൾ ടെൻഷൻ മെമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ സസ്പെൻഷൻ ബ്രിഡ്ജ് അല്ലെങ്കിൽ കേബിളൊക്കെ ഉള്ള ബ്രിഡ്ജുകളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ടെൻഷൻ മെമ്പർ. ഓക്കെ, ദെൻ ഓരോ ടൈപ്പ് ഓഫ് ആംഗിൾ സെക്ഷൻസ് ടെൻഷൻ മെമ്പേഴ്സിൻ്റെ കുറേ ടൈപ്പ് സെക്ഷൻസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള നെറ്റ് സെക്ഷണൽ ഏരിയ ആണ്. ഓക്കെ, അതായത് ടെൻഷൻ മെമ്പറിൽ നമ്മൾ വേറൊരു മെമ്പറുമായിട്ട് കണക്ട് ചെയ്യുന്നത് ബോൾട്ടൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് അവിടുത്തെ ഏരിയ എന്ത് ചെയ്യും? കുറയും. ബോൾട്ട് ഹോൾ വരുമ്പോൾ നോട്ടലായിട്ടുള്ള ഏരിയ കുറയും. സോ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നെറ്റ് ഏരിയ കണ്ടുപിടിക്കുക. അപ്പോൾ ഗ്രോസ് ഏരിയ നമ്മൾ ഈ ഏരിയ ഓഫ് ഹോളും കൂടി മൈനസ് ചെയ്ത് കളയണം. ഓക്കെ, അപ്പോൾ അതിനൊരു ചെറിയ പ്രൊസീജിയറുണ്ട്. അപ്പോൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കൊടുത്തതെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ടോട്ടൽ ഏരിയയിൽ നിന്ന് നമുക്ക് മൈനസ് ചെയ്ത് കളയാം. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു ഫിഗറിൽ സ്റ്റാഗേർഡ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ് വരുന്നത്. സോ നമുക്ക് ആ ഇക്വേഷൻ അറിയാം, ബി മൈനസ് എൻ ഡി എച്ച് പ്ലസ് സം ഓഫ് p²/4gi എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ ഫെയിലിയർ വരുന്ന പാത്ത്, ഒന്ന് ടെൻഷനും ഷിയറും ഫെയിലിയർ വരുന്നുണ്ട്. ഓക്കെ, നേരെ ക്രിട്ടിക്കലായിട്ട് വരുന്ന പാത്തുകളാണ്. ഒന്ന് നേരെ കുത്തനെ വരിക, പിന്നെ വരുന്നത് ചെരിഞ്ഞിട്ട് വരിക. ഓക്കെ, ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ആയിരിക്കും എപ്പോഴും എന്ത് വരിക? ഫെയിലിയർ വരിക. ഓക്കെ, സോ ഫസ്റ്റ് 1, 2 ഉണ്ടാവും, 1, 3 ഉണ്ടാവും, ദെൻ 1, 3, 2 ഉണ്ടാവും. ഈ 3 രീതിയിലാണ് ഫെയിലിയർ വരിക. സോ ഓരോ പാത്ത് കൺസിഡർ ചെയ്യുക. ദെൻ ഫസ്റ്റ് 1, 2 എടുത്തു, അതിൽ ബി എന്ന് പറയുന്നത് നമുക്ക് ബ്രേറ്റിൻ്റെ വിഡ്ത്ത് എത്രയാണ് അത് തന്നെ. ദെൻ എൻ എന്ന് പറയുന്നത് 1, 2ൽ ആകെ 2 എണ്ണം ഉള്ളൂ. ദെൻ ഡി എച്ച് ബോൾട്ട് ഹോള്, ദെൻ സം ഓഫ് pi². ഓക്കെ, പി എന്ന് പറയുന്ന സ്റ്റാഗേർഡ് ആയിട്ടുള്ള പിച്ച് നമുക്കുണ്ടാവും. ആ പിച്ച് കൊടുക്കുക, ടോട്ടൽ എല്ലാം ഇൻറ്റു ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഇൻറ്റു തിക്നെസ് ഓഫ് പ്ലേറ്റ് കൊടുക്കുക, കണ്ടുപിടിക്കുക. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ ഇതിനകത്ത് ഫെയിലിയർ പാത്ത് കുറേ ഉണ്ട്. 1, 2 ഉണ്ട്, നേരെ കുത്തനെയുള്ളത് ആദ്യം കൺസിഡർ ചെയ്യുക. ദെൻ 6, 7 ഉണ്ട്, 3, 4, 5 ഉണ്ട്. ദെൻ നമുക്ക് ചെരിഞ്ഞിട്ട് പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നതുണ്ട്. അതായത് 1, 3, 4, 5, 6, 3, 4, 5. അതേപോലെ തന്നെ നേരെ ചെരിഞ്ഞിട്ട് വരുന്നത് 1, 3, 7ഉം 6, 3, 2. ഓക്കെ, ദെൻ നിങ്ങൾ അതിൻ്റെ നെറ്റ് ഏരിയ കണ്ടുപിടിക്കുക. എ എൻ എന്ന് പറഞ്ഞാൽ ബി മൈനസ് എൻ ഡി എച്ച് പ്ലസ് സം ഓഫ് p²/4gi. സോ ഇതിൽ ബി എന്ന് പറഞ്ഞാൽ തിക്നെസ് വിഡ്ത്ത് 210 ഉണ്ട്. ദെൻ 1, 2 എന്നും 6, 7 ഒരേ വാല്യൂ ആയിരിക്കും, ഏകദേശം ഡിസ്റ്റൻസ് ഒക്കെ സെയിം ആണ്. അതുകൊണ്ട് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഡി എച്ച് 18 ആണ്. ഡി എച്ച് ഒക്കെ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വെക്കണം കേട്ടോ. ദെൻ ഇവിടെ സ്റ്റാഗേർഡ് അല്ലാത്തതുകൊണ്ട് അവിടെ 0 വന്നു. ഓക്കെ, ഇനി 3, 4, 5 സെയിം അങ്ങനെ തന്നെ, അവിടെ എന്നിൻ്റെ വാല്യൂ 3 ആണെന്ന് മാത്രം. ദെൻ അവിടെ വരുന്ന പിയുടെ വാല്യൂ 0 ആണ്. ഇനി 1, 3, 4, 5 വരുമ്പോൾ ഒന്ന് ചെരിഞ്ഞിട്ട് നേരെയാണ്. സോ അവിടെ ആ ചെരിഞ്ഞിട്ട് വരുന്ന 1, 3 വരെയുള്ള പിച്ചിൻ്റെ വാല്യൂ 45, പിന്നെ 3, 6 ആ ഒരു ഇതിൽ നിന്ന് 40 ആണ്. സോ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന പിച്ച് 45 ആയതുകൊണ്ട് നമുക്കവിടെ ടോട്ടൽ നമ്പർ എന്ന് പറയുന്ന ഒരു റോയിലല്ല, ആ ഫെയിലിയർ പാത്തിൽ എത്ര ബോൾട്ട് ഉണ്ടോ എന്ന് നോക്കുക. ആ ബോൾട്ട് ഹോളിൻ്റെ എണ്ണമാണ് എന്നായിട്ട് കൊടുക്കേണ്ടത്. സോ 4. ദെൻ പിയുടെ വാല്യൂ 45, ജി എന്ന് പറയുന്നത് നമ്മൾ കുത്തനെ വരുന്ന ഭാഗത്തിൻ്റെ ഗേജ് ഡിസ്റ്റൻസ്. സോ അടുത്ത പ്ലേറ്റിൻ്റെ തിക്നെസ്സും കൊടുക്കുക, കണ്ടുപിടിക്കുക. അതേപോലെയാണ് 6, 3, 4, 5 വരിക. ഓക്കെ, അതിനകത്ത് വ്യത്യാസം വരുന്നത് പിയുടെ വാല്യൂ ആയിരിക്കും. പിച്ച് 40 ആണ്. സോ ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഏറ്റവും മിനിമം ഏരിയ ഏതാണെന്ന് നോക്കുക. ആ പാത്തായിരിക്കും ക്രിട്ടിക്കലായിട്ടുള്ള പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഡിസൈൻ ടെൻസൈൽ സ്ട്രെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് കുറേ ഉണ്ട്. അത് കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം നോർമലായിട്ടുള്ള ക്രോസ് സെക്ഷൻ്റെ ഹീൽഡിങ് കാരണമുള്ള സ്ട്രെങ്ത് കണ്ടുപിടിക്കണം. അത് നമുക്ക് TDG എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. ദെൻ റപ്ചർ കാരണം ഉണ്ടാകുന്ന സ്ട്രെങ്ത്, അതിൻ്റെ ഇക്വേഷനും ഡയറക്റ്റ് ഉണ്ട്. ദെൻ ആംഗിൾ സെക്ഷൻ്റെ കേസിലാണെങ്കിലുള്ളതും സിംഗിൾ ആംഗിൾ ഡബിൾ ആംഗിളിലൊക്കെ വ്യത്യാസമാണ്. ഓക്കെ, ദെൻ ബ്ലോക്ക് ഷിയർ കാരണമുള്ളത് അത്രയാണുള്ളത്.
ദെൻ നിങ്ങൾ ഷിയർ ലാഗ് എഫക്റ്റും ലെഗ് ആംഗിളും എന്താണെന്ന് ഏകദേശം ഒന്ന് നോക്കിയിട്ട് പഠിക്കുക. ഷിയർ ലാഗ് എന്ന് പറഞ്ഞാൽ ഒരു ലാഗിങ് പോലെ ബാക്ക് ടു ബാക്ക് ആയിട്ട് ട്രാൻസ്ഫർ വരുന്നത്, ലോഡ് ട്രാൻസ്ഫർ വരുന്ന ഒരു സംഭവമാണ് കേട്ടോ. അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ലെഗ് ആംഗിൾ എന്ന് പറയുന്നത് ലോഡ് കൂടുതൽ, നമ്പർ ഓഫ് ബോൾട്ടും ലെങ്ത് ഒക്കെ കൂടുതൽ വേണ്ട സമയത്ത് നമ്മൾ ചെറുതായിട്ടൊരു കണക്ഷൻ പോലെ കൊടുക്കുന്നതാണ് ലെഗ് ആംഗിൾ. ഓക്കെ, ലെങ്ത് കൂട്ടുന്നതിന് പകരമായിട്ട് കൊടുക്കുന്നതാണ് ഇത് കേട്ടോ. അതിൻ്റെ ഫിഗറൊക്കെ നോക്കിയിട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്കൊരു ടെൻസൈൽ സ്ട്രെങ്ത് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ തന്നു. പ്ലേറ്റിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്, ഗസറ്റ് പ്ലേറ്റിൻ്റെ തിക്നെസ് തന്നിട്ടുണ്ട്, FU ദെൻ ഡയമീറ്റർ ഓഫ് ബോൾട്ട് ഒക്കെ തന്നിട്ടുണ്ട്. സോ ഡയമീറ്റർ ഓഫ് ബോൾട്ട് ഹോൾ ആദ്യമേ കണ്ടുപിടിച്ച് വയ്ക്കുക. ഓക്കെ, തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതി വയ്ക്കുക. സെക്കൻഡ് സ്റ്റെപ്പിൽ ഈൽഡിങ് കാരണമുള്ള സ്ട്രെങ്ത് കണ്ടുപിടിക്കുക. ഡയറക്റ്റ് AG എന്ന് പറഞ്ഞാൽ ഗ്രോസ് സെക്ഷനാണ്. സോ പ്ലേറ്റിൻ്റെ ഡയമെൻഷൻ വെച്ചിട്ടുള്ള ഏരിയ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുക. ദെൻ റപ്ചർ കാരണമുള്ള സ്ട്രെങ്ത് കാണാൻ AN എന്ന് പറയുന്ന സംഭവമുണ്ട്. AN എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്മൾ ചെയ്യേണ്ട നെറ്റ് സെക്ഷണൽ ഏരിയ വെച്ചിട്ടുള്ളതാണ് കുറയ്ക്കേണ്ടത്. സോ ഇത് നോർമലി അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ 120ന്ന് എന്ത് ചെയ്യണം, 2 ബോൾട്ട് ഹോൾ മാത്രം എന്ത് ചെയ്യുക, മൈനസ് ചെയ്ത് കളയുക. ഓക്കെ, AN എന്താണെന്ന് നമുക്ക് അറിയാം. ദെൻ ഇനി വരുന്നത് ബ്ലോക്ക് ഷിയർ ആണ്. ബ്ലോക്ക് ഷിയർ എന്ന് പറഞ്ഞാൽ ഒരു ഫെയിലിയർ ആണ്. അതായത് ആ ബോൾട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗം വെച്ചിട്ട് എന്ത് ചെയ്യുക, ആ ഒരു പ്ലേറ്റിൻ്റെ ഒരു ഭാഗം ബ്ലോക്ക് പോലെ ഫെയിലിയറായിട്ട് വിട്ടുപോരുന്നൊരു അവസ്ഥ, അതാണ് ബ്ലോക്ക് ഷിയർ എന്ന് പറയുന്നത്. സോ ഇതിൽ കുറേ ഏരിയാസ് നമുക്ക് കണ്ടുപിടിക്കണം. 2 ഇക്വേഷൻ ഉണ്ട് അവിടെ. അതിൽ നമുക്ക് AVG, ATN, AVN ആൻഡ് ATG അതാണ് വേണ്ടത്. സോ AVG എന്ന ഗ്രോസ് ഏരിയ പാരലൽ ടു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആയിട്ടാണ് വരുന്നത്. അതിന് പാരലൽ ആയിട്ട് വരുന്ന ഏരിയ മൊത്തം ഏരിയ ആണ്. സോ എവിടെ വെച്ചാൽ 150 എന്ന് പറയുന്നത് ആ 2 പിച്ചും പ്ലസ് ഒരു പിച്ചിൻ്റെ പകുതി. ഓക്കെ, ഒരു എൻഡ് ഡിസ്റ്റൻസ് പോലെ 30 കൂടി വരും. സോ ആ അത്രയും ടോട്ടലായിട്ട് വരുന്നതാണ് 30 + 60 + 60 ആണ് 150. സോ ആ 150 ഇൻറ്റു ഇതിൻ്റെ തിക്നെസ് 8. അപ്പോൾ അത് 2 സൈഡിൽ വരുന്നുണ്ടോണ്ട് ഇൻറ്റു 2 ചെയ്യും. ഓക്കെ, നെറ്റ് ഏരിയ പാരലൽ ടു ഫോഴ്സ്. ഓക്കെ, ഷിയർ എന്ന് പറയുന്നത് ഹൊറിസോണ്ടലായിട്ടാണ്. സോ ഫോഴ്സിന് പാരലലായിട്ടാണ് വരുന്നത്. സോ നമ്മൾ ചെയ്യുമ്പോൾ ഈ പറയുന്ന 150ന്ന് നമ്മൾ കുറയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ 2 ബോൾട്ടിൻ്റെ പകുതി പോയി, പിന്നെ അതിൻ്റെ 2 ബോൾട്ടിൻ്റെ മൊത്തം ഡയമെൻഷൻ അവിടെ തന്നെ ഉണ്ട്, ആ ബോൾട്ട് ഹോള്. ദെൻ ആ മൂന്നാമത്തെ 2, 3 എന്ന് വരുന്ന അവിടത്തേന്ന് പറഞ്ഞാൽ ആ ബോൾട്ട് ഹോളിൻ്റെ ഡയമെൻഷൻ മൊത്തം വരില്ല, അതിൻ്റെ പകുതിയുള്ളൂ. അതുകൊണ്ടാണ് 2.5 ഇൻറ്റു ചെയ്തേക്കുന്നത്. ഓക്കെ, 2 സൈഡ് ഉള്ളത് കൊണ്ട് ഇൻറ്റു 2 കൂടി ചെയ്യും. ദെൻ ടെൻഷനിലുള്ള കേസിൽ ക്രോസ് സെക്ഷൻ ഏരിയ ആണ്. സോ അവിടെ സെൻറ്റർ ടു സെൻറ്റർ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 60 ആണ്, അല്ലെങ്കിൽ G എന്ന് പറയുന്ന ഭാഗത്ത് 60 ആണ്. സോ 60 ഇൻറ്റു 8 ചെയ്തു. അത് നമ്മൾ 2 or 3 ഒന്നും ചെയ്യേണ്ട, നേരെ കുത്തനെ ആയതുകൊണ്ട് 2 സൈഡൊന്നും വരില്ല. ഓക്കെ, ദെൻ നെറ്റ് ഏരിയ കണ്ടുപിടിക്കുക. ആ 60ന്ന് അപ്പുറത്തും ഒരു ബോൾട്ടിൻ്റെ ഹോളിൻ്റെ ഡയമീറ്ററിൻ്റെ പകുതി ഇപ്പുറത്തെയും പകുതി പോയും. സോ 18/2 - 18/2 അതാണ് 60 - 18 എന്ന് പറയുന്നത്. ദെൻ വേണ്ടതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ പറയുന്ന 2 TdBന്ന് വാല്യൂ ലെസ്സർ എടുക്കുക. ദെൻ ഉള്ള എല്ലാ വാല്യൂസിൽ നിന്ന് ചെറിയ വാല്യൂ എടുത്ത് ലെങ്ത് ആക്കി വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു അൺഈക്വൽ ആംഗിൾ സെക്ഷനാണ്. ഈ അൺഈക്വൽ ആംഗിൾ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആംഗിൾ സെക്ഷൻ എന്ന് പറഞ്ഞാൽ L ഷേപ്പിലുള്ളതാണ്. അതിൻ്റെ ഒരു ലെഗിൻ്റെ ലെങ്ത്തും മറ്റു ലെഗിൻ്റെ ലെങ്ത്തും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. സോ ആ ഒരു ടൈപ്പ് സെക്ഷനാണ് അൺഈക്വൽ ആംഗിൾ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആംഗിൾ സെക്ഷൻ്റെ കേസ് പറയുക, അതിലൊരെണ്ണമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പറയുന്ന പ്ലേറ്റിലോട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ് വലിയ ഫിഗറായിട്ട് തന്നിരിക്കുന്നത്. അതിൻ്റെ ഡിസൈൻ സ്ട്രെങ്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ വെച്ച് നോർമലി ചെയ്യുന്ന പോലെ ഈൽഡിങ് കണ്ടുപിടിക്കുക. ഈൽഡിങ് കണ്ടുപിടിച്ചിട്ട് റപ്ചർ കണ്ടുപിടിക്കാൻ പോകുമ്പോൾ ആംഗിൾ സെക്ഷൻ്റെ റപ്ചർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ വേണം കോഡിൽ നിന്ന് സെലക്ട് ചെയ്യാൻ. നിങ്ങൾ മാറിപ്പോയത് TDM കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷനിൽ അത് വെച്ചിട്ട് നിങ്ങൾ അതിനകത്ത് ബീറ്റ വാല്യൂ ഉണ്ട്. ബീറ്റ വാല്യൂ കണ്ടുപിടിക്കാൻ ഈ ഒരു ഫിഗർ കോഡിൽ കൃത്യമായിട്ടുണ്ട് കേട്ടോ.
സോ അതിനകത്ത് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൻ്റെ വിട്ട്. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ പ്ലേറ്റിലോട്ട് കണക്ട് ചെയ്യാതെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഭാഗം. ഓക്കെ, അതിൻ്റെ വിട്ട് എടുക്കുക. ദെൻ ബി എസ് എന്ന് പറഞ്ഞാൽ ഷിയർ ലാഗ് വിട്താണ്. അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മുടെ വെൽഡ് ആണെങ്കിൽ ഡബ്ല്യു എന്ന് പറയുന്നത് ഡബ്ല്യു എസ്. ഡയറക്റ്റ് ആ വാല്യൂ കറക്റ്റ് ഫിഗർ കോഡിലുണ്ട്. ദെൻ എൽ സി സെൻറ്റർ ടു സെൻറ്റർ ബിറ്റ്വീൻ ഫസ്റ്റ് ബോൾട്ട് ആൻഡ് എൻഡ് ബോൾട്ട്. അതായത് നമ്മുടെ ഫിഗറിൽ 1 2 3 4 5 6 ബോൾട്ട് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ബോൾട്ടിൻ്റെ സെൻറ്റർ തൊട്ടിട്ട് അങ്ങേറ്റത്തെ ബോൾട്ടിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ്. ദെൻ ബീറ്റ കണ്ടുപിടിക്കുക. ബീറ്റയ്ക്ക് ഒരു കണ്ടീഷനും കൂടി ഉണ്ട്, അത് സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി അഥവാ തിരിച്ചാ വരുന്നെങ്കിൽ, അതായത് ബീറ്റയാണ് വലുത് വന്നെങ്കിൽ ചെറിയ വാല്യൂ എടുക്കണം. ഓക്കെ, ഇനി സാധാരണ കണ്ടുപിടിക്കുന്ന പോലെ എ ജി ഒയും എ എൻ സിയും കണ്ടുപിടിക്കുക. എ ജി ഒ എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള അതിൻ്റെ ഏരിയ ആണ്. സോ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ 75 ആണ് ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ ലെങ്ത്ത്. അത് മൈനസ് നമ്മുടെ പ്ലേറ്റിൻ്റെ തിക്നെസ് ബൈ 2 കൂടി ഒന്ന് ചെയ്യും. സെൻറ്റർ ടു സെൻറ്റർ എന്ന് പറയുന്ന പോലെ തന്നെ. പ്ലേറ്റിൻ്റെ അല്ല, ഈ സെക്ഷൻ്റെ തിക്നെസ്. സോ അത് ഇൻറ്റു തിക്നെസ് ചെയ്യുക. ദെൻ എ എൻ സി എന്ന് പറയുമ്പോൾ ടോട്ടൽ 100 ആണ് കണക്ട് ചെയ്തിരിക്കുന്ന ലെങ്ത്ത്. അതിൻ്റെ താഴെ തിക്നെസ്സിൻ്റെ പകുതി സെൻറ്റർ എടുക്കുക, മൈനസ് ഒരു ബോൾട്ട് ഹോളിൻ്റെ ഡയമീറ്റർ, ദെൻ ഇൻറ്റു ടോട്ടൽ തിക്നെസ് ഓഫ് പ്ലേറ്റ് ചെയ്യുക. ദെൻ ടി ഡി എം കണ്ടുപിടിക്കുക. ഇനി സിംഗിളായിട്ടുള്ള ഒരൊറ്റ കണക്ഷനേ വരുന്നുള്ളൂ. ഓക്കെ, ബോൾട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒറ്റ ലൈനായിട്ടാണ്. സോ ബ്ലോക്ക് ഷിയർ എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് മൊത്തമായിട്ടാണ് പോകുന്നത്. സോ എ വി ജി എ ടി ജി എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ അത് വെച്ചിട്ട് നോർമലി സാധാരണ കണ്ടുപിടിക്കുന്ന പോലെ തന്നെ കണ്ടുപിടിക്കാം. ഓക്കെ, ഇതെല്ലാം ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഇവിടെ ഒരു വെൽഡിൻ്റെ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. ഇവിടെ വ്യത്യാസം എന്ന് വെച്ചാൽ വെൽഡ് കൊടുത്തിരിക്കുന്ന ഒരു ലെങ്ത്ത് തന്നിട്ടുണ്ട് 310 140. ഫിഗറിൽ കണ്ടറിയാം, കണ്ടോ 310 140. സോ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ബാക്കി കണ്ടുപിടിക്കുമ്പോൾ ഗാമ എം ഡബ്ല്യു വരുന്ന ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ നോക്കണം. ഇവിടെ എ ടി ജി എ ടി എൻ ആ സാധനത്തിൽ കുറച്ച് വ്യത്യാസം വരും. ഓക്കെ, മറ്റേതുമായിട്ട്. അതായത് വെൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ എന്താ പറയുക, പുറത്താണ്, അതായത് ഉള്ളിലോട്ടല്ല നമ്മൾ കണക്ഷൻ കൊടുക്കുക. രണ്ടെണ്ണത്തിന് ഒരുമിച്ച് വെച്ചിട്ട് പുറത്തൊക്കെ ആയിട്ടില്ല കണക്ഷൻ കൊടുക്കുക. അവിടെ ഏരിയ എന്ത് ചെയ്യില്ല, ബോൾട്ടിൻ്റെ ഹോള് വരുന്നതുകൊണ്ടാണ് ഏരിയ കുറയുന്നത്. ഇവിടെ ബോൾട്ടിൻ്റെ ഹോള് പോലെ വരുന്നില്ല വെൽഡ്, അപ്പോൾ ഏരിയ കുറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഗ്രോസ് ഏരിയ നെറ്റ് ഏരിയ എന്തായിരിക്കും, സെയിം ആയിരിക്കും. സോ എ ടി എൻ എന്ന് പറയുന്നത് എ ടി ജി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. സോ 100 × 6. ഇനി എ വി എനും എ വി ജിയും കൊടുക്കുക. എ വി ജിയും കൊടുക്കുമ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ വെൽഡിൻ്റെ ആണ് കൊടുക്കേണ്ടത്. സോ വെൽഡ് 140 ഉണ്ട്, ഇപ്പോഴത്തെ സൈഡിൽ 310 ഉണ്ട്. ഹോളിൻ്റെ തിക്നെസ് ചെയ്യുക. ദെൻ കൊഴേണ്ടതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏറ്റവും ചെറിയ വാല്യൂ എടുക്കുക, ഡിസൈൻ സ്ട്രെങ്ത്ത് കിട്ടും. ഇവിടെ ഒരു ഡബിൾ ആംഗിളിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഡബിൾ ആംഗിളിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഡബിൾ ആംഗിളാണ്. ഒരു പ്ലെയിനിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരു ആംഗിൾ സെക്ഷൻ കണക്ട് ചെയ്യുക. അപ്പോൾ ഈ ഫിഗർ തന്ന പോലെ ചെയ്യാം, തലയും കുത്തിയും ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ കേട്ടോ. ഇത് വെച്ചിട്ടുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി.